സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് കേട്ടോ. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. രാഹുൽ ജി നാഥ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീമും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം രാഹുലിലേക്ക്. രാഹുൽ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ അല്പം മുൻപ് ഒന്ന് പെയ്ത് അല്പം തോർന്നതേ ഉള്ളൂ നഗരപ്രദേശത്ത്. മൊത്തത്തിൽ എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മഴയുടെ സ്ഥിതി? പൊതുവെ 2 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ മഴയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇന്നലെ വൈകുന്നേരം മുതലാണ് അതിശക്തമായി ഇടവിട്ട് മഴ പെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മഴയുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. മഴ ഇനി വരും ദിവസങ്ങളിൽ മഴയുടെ സാന്നിധ്യം ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. കാരണം ഈ അടുത്ത 3 ദിവസങ്ങളിൽ തെക്കൻ ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ ഗ്രീൻ അലർട്ടായിരുന്നു. അങ്ങനെ മഴ മുന്നറിയിപ്പുകളില്ലായിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് മാറാനാണ് സാധ്യതയുള്ളത്. കാരണം ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, ആന്ധ്ര തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി മഴയുടെ സാന്നിധ്യം ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അലർട്ടുകൾ മാറി വരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മഴ എന്തായാലും ഇന്നലെ മുതൽ അതിശക്തമായി പെയ്യുകയാണ്. ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി എപ്പോഴും മഴയ്ക്കൊപ്പം കാണാനുള്ള കാറ്റിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പോഴെന്തായാലും കാറ്റിൻ്റെ പ്രതിസന്ധി ഇല്ല. കാരണം ഈ കാറ്റ് ഉള്ളപ്പോഴാണ് പ്രത്യേകിച്ച് ഈ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും അത്തരം പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അപ്പം ഈ തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിശക്തമായ മഴ പെയ്താൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണം. ഒപ്പം മലയോര മേഖലയും ജാഗ്രത പാലിക്കണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത മുന്നറിയിപ്പ്, അതായത് അലർട്ട് വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ തെക്കൻ ജില്ലകളിൽ കൂടി മഴ മുന്നറിയിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മോത്തി. ശരി, രാഹുൽ ജി നാഥാണ് വിശദ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. നമുക്കിനി കോഴിക്കോട് ഇംതിയാസിനോട് ചോദിക്കാം. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മഴ ശക്തമാണോ? വിശദ വിവരങ്ങൾ എന്താണ് ഇംതിയാസ്? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. വടക്കൻ ജില്ലകളിൽ ഒന്നാകെ ഇന്ന് യെല്ലോ അലേർട്ട്, മഴ മുന്നറിയിപ്പ് അങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെ കാര്യമായ മഴ പെയ്യുന്ന സാഹചര്യം വടക്കൻ ജില്ലകളിലും ഇല്ല എന്ന് തന്നെ പറയാം. രാവിലെയൊക്കെ നോക്കുമ്പോൾ അന്തരീക്ഷമൊക്കെ ഒരു മൂടിക്കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ജില്ലകളിലൊന്നും ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന കാര്യം. പലപ്പോഴും ഈ മഴ മുന്നറിയിപ്പൊക്കെ വളരെ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നൽകാറുണ്ട്. ഇന്നലെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഴ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ഈ കോഴിക്കോട് ജില്ലയുടെ കുറ്റ്യാടി തുടങ്ങിയ മലയോര മേഖല, താമരശ്ശേരി മേഖല തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മഴയൊന്ന് ചെറുതായിട്ട് പെയ്താൽ പോലും വെള്ളം ഇരച്ചു കയറാറുണ്ട്. റോഡുകളിലൊക്കെ വെള്ളം നിറയാറുണ്ട്. ആ രീതിയിൽ ഒക്കെ ഈ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവരൊക്കെ അത്തരത്തിലുള്ള രീതികളൊക്കെ വളരെ നേരത്തെ തന്നെ അവിടെയുള്ള വീട്ടുകാർ ചെയ്തു വരുന്നതാണ്. എന്നാൽ കാര്യമായിട്ട് മഴയൊന്നുമില്ല. ആ ശക്തമായ മഴ പെയ്തൊരു സാഹചര്യത്തിലേക്ക് രാവിലെ എത്തിയിട്ടുമില്ല. മൂത്തി.